ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെൽനാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേര് ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് ഇന്ന് നൈറ്റ് ഓഫ്, എനിക്കും അഖിലേക്കും ശ്രീകുട്ടിക്ക് ഇന്ന് ഓഫാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങളുടെ പർച്ചേസ്, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ തീർന്നു. ഞങ്ങൾ കഴിഞ്ഞ മന്ത് പോയതാണ്. അപ്പോൾ ഈ മാസം ഞങ്ങൾ എവിടെയാണ് പോകാൻ പോണേ ഫ്രണ്ട്സ്? ആസ് യൂഷ്വൽ ഞങ്ങൾ മദീനയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിക്കാരൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ ഡിലേയാ. ഞാൻ എഴുന്നേറ്റ് 1:25 ഇവള് കുക്കിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവള് ഉണ്ടാക്കിയ ഫുഡൊക്കെ വേറെ നിറച്ച് കഴിച്ചിട്ടാണ് ഇപ്പം അഖിലും തുണിയൊക്കെ ഇളക്കി കുറേ ലേറ്റ് ആയിട്ടാണ് കിടന്നത്. പക്ഷെ അവൾ കഴിച്ചില്ല. എന്നിട്ട് ഇപ്പം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി കാണാനില്ല. പിന്നെ ഡ്രൈവറിനെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഓൾറെഡി നിൽക്കുന്നത്, ഇവിടെ 3 ബിൽഡിംഗ് ഉണ്ട് ഗൈസ്. അപ്പം ഞങ്ങൾ അയാളോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ടായിരുന്നു. അങ്ങനെ അയാൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ പുള്ളിക്കാരനെ. എന്നിട്ട് മദീനയിൽ പോയിട്ട്, മദീനയാണ് ഈ സൗദിയിൽ ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. കാരണം പിന്നെ ഞങ്ങൾ പോണത് അൽവഫയിൽ നല്ല റേറ്റാണ്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എവിടെയാണ് പോയത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്ത പോലെ തോന്നി. ഇപ്പം പക്ഷെ അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. പക്ഷെ മദീന പൊളിയാണ്. നെസ്റ്റോയിൽ പോയിട്ടുണ്ട്, ഒരു ഡിബറേറ്റ് എന്നുണ്ട്. അവിടെ നടക്കാൻ സ്ഥലമില്ല. സാധനങ്ങളുടെയൊക്കെ റേറ്റ് കുഴപ്പമില്ല, നടക്കാൻ സ്ഥലമില്ല. മദീനയിലാണ് പിന്നെ എല്ലാം കൂടി ഉള്ളത്. പക്ഷേ ദോശമാവ് ചപ്പാത്തി അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ലെന്ന് തോന്നണത്. പക്ഷെ എന്നാലും അത് ഞങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ പാകിസ്ഥാനി ഷോപ്പിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാനുകൾ. അപ്പം ഞങ്ങൾ ഇന്ന് മദീനയ്ക്ക് പോകുന്നത് നമുക്കൊരു വ്ളോഗായിട്ട്, ഞങ്ങൾ 3 പേരും കൂടെ ഒരു എൻ്റർടൈനിങ് വ്ളോഗായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്റർടൈൻമെന്റ് ആയിട്ട് 2 പേരും തടാ നിശബ്ദരായിട്ടിരിക്കുന്നത് 2 സൈഡില്. അതിന്റെ ഇടയ്ക്ക് ഗ്രൂപ്പിൽ ആരാണ്ട് മലയാളത്തിൽ മെസ്സേജ് അയക്കണം എന്നൊക്കെ ശ്രീകുട്ടി പറയുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കിനി ബസ്സുകാരൻ വന്നിട്ട് ആ ബസ്സും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണതും നമ്മൾ അവിടെ ചെന്നിട്ട് എന്തൊക്കെ പർച്ചേസ് ചെയ്യണതും പ്രൈസും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഇന്നത്തെ വ്ലോഗിൽ കാണിക്കുന്നത്. ഓക്കെ, എന്നാൽ ഞങ്ങൾ ബസ്സിൽ. അയ്യോ, ഈ ആമപ്പെട്ടി പോലത്തെ വണ്ടിയാണോ? ഗൈസ്, ഞങ്ങളൊരു എലിപ്പെട്ടിയിലായിരുന്നു യാത്ര പോകാൻ പോകുന്നത്. ഞങ്ങൾ എലിപ്പെട്ടി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അതല്ലായിരുന്നു തോന്നുന്നു. ഭാഗ്യം AC ഉള്ളൊരു ബസ് തന്നെയായിരുന്നു എന്റെ പ്രാർത്ഥന. ഒട്ടുക്കത്തെ വെയില. സൗദിയിലുള്ളവർക്ക് അറിയാൻ പറ്റും, ഇപ്പോ നല്ല വെയിലാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു. നിങ്ങൾക്ക് എന്തോരം മനസ്സിലാവും എനിക്കറിയില്ല. പൊള്ളുവാണ് ഗൈസ് ഞങ്ങൾക്ക് ഇവിടെ. അഖിലെ ശ്രീകുട്ടിയും കൂടി ഹായ്. ഈ അഖില ചോദിക്കുകയാണ് ആരുടെ മോരാന്ന്. എന്റെ അഖില ഒരു 2 വയസ്സുള്ള കുട്ടിയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ? കണ്ടോ, ഒരു വാക്ക് പറയാൻ അറിയത്തില്ല. ആ കൊച്ചിനോട് ആരുടെ മോനാണ്. അഖില വീട്ടുപേര് ചോദിക്കാൻ കൊച്ചിനോട് തവ തവ ജവ ജവ എന്ന് പറയണ പോലെ ഉണ്ട്. അമ്മി ഞങ്ങളുടെ ബസ് വന്നിരിക്കുകയാണ് ഫൈനലി. ഏതാടി ബസ് ശ്രീകുട്ടി? ഹിന്ദിയിൽ വിളിച്ച് തെറിയും പറഞ്ഞിട്ട് അയാളിപ്പോ മനസ്സിൽ ഓർക്കണ്ടാവും ഏതാളാവളെന്ന്. അങ്ങനെ ഞങ്ങൾ മദീന റീച്ചായിരിക്കുകയാണ്. ശരിക്കും എനിക്ക് എന്ത് മുടി നോക്കാം, കുറച്ചുള്ളൂ. ശ്രീകുട്ടിയുടെ കുണ്ടിക്ക് ഇത് വെച്ചിരിക്കാൻ ക്രീം വേണം. ഒരു തലയിൽ മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് അത് ഇടണം എന്നിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടും? എന്ത് ക്രീമാണ് ശ്രീകുട്ടി തപ്പണേ? ഞാൻ എന്റെ പോൺസിന്റെ ഫേസ് വാഷ് ആണ് ആക്ച്വലി തപ്പുന്നത്. നമുക്ക് അഖിലയുടെ വീട്ടിൽ നിന്ന് വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ വേണ്ട, നമുക്ക് ഫേസ് വാഷ് തപ്പാം.
അപ്പോൾ ഇവിടെ ഫേസ് വാഷ് ആണ്. രണ്ടെണ്ണത്തിന് ഓ അത് വേണ്ട. എടി നീ ഇതല്ലേ യൂസ് ചെയ്യണ ശ്രീകുട്ടി? നമ്മുടെ ബാത്റൂമിൽ ഇങ്ങനത്തെ ഒന്നും ഇരിക്കണ്ടല്ലോ. എടി ഇതേ ഹോസ്പിറ്റലിലത്തെ ജോൺസന്റെ. ആ ശരി, നൂനുവിന്റെ ക്രീം നാട്ടിൽ നിന്ന് അഖിലയുടെ അച്ഛനല്ലല്ലോ, ആ ചേട്ടൻ വരുമ്പോൾ കൊണ്ടുവരുമല്ലാതെ. മദീനയിൽ ഇഷ്ടം പോലെ അച്ചാറുകളും നമ്മുടെ നാട്ടിലെ ഇപ്പിയൊക്കെ ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഇപ്പിയൊക്കെ എടുത്ത്, പിന്നെ നൂഡിൽസ് നമുക്ക് ഫ്ലേവർ എടുത്ത് ഇഷ്ടമല്ല, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. ട്യൂണയുണ്ടോടി ശ്രീകുട്ടി? ട്യൂണയ്ക്ക് എത്രയാ? 3. ആ നമുക്കത് വെച്ചെടുക്കാം. ശ്രീകുട്ടി എന്തു വാങ്ങാൻ നടക്കുമോ ഗൈസ്? ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് ബാർക്ക് എന്ന ആപ്പ് വഴിയിട്ടാണ്. അപ്പം അതിൻ്റെ ആളുകൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി വിളിച്ച് നിർത്തി. ഫ്രണ്ട്സ് അങ്ങനെ ഒരു മിനിറ്റ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഇവിടെ ജസ്റ്റ് വന്ന് ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുകയാണ്. ഇവരും ഉണ്ട് കൂടെ. അപ്പം ഞങ്ങളിപ്പം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏലാഞ്ചിയും ചായയാണ് കുടിക്കണത്. ഞങ്ങൾ ബ്രോസ്റ്റർ ഓർഡർ ചെയ്തിട്ടാണ് വന്നേക്കണേ. ഇങ്ങനത്തെ റെഡിയാകുമ്പോൾ അവരിവിടെ കൊണ്ടുവന്ന് വരും. എന്നിട്ട് അതും കൂടെ കഴിച്ചിട്ട് വേണം 6 മണിക്ക് റിട്ടേൺ ബാക്ക് വണ്ടിയുണ്ട്. അപ്പോൾ അതിനേറി പോകണം. അതിനിടയ്ക്ക് സ്ട്രീക്കുട്ടി ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. അതിന് ആരെ നോക്കിയിരിക്കും? ആക്ച്വലി പറഞ്ഞാൽ ഈ ഏലാഞ്ചിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നാട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവന് എന്താണെന്നറിയത്തില്ല, വിശന്നിട്ടൊന്നും അല്ല. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല. ഇതിൻ്റെ പേര് ഏലാഞ്ചി എന്നായി, മഞ്ഞ കളറ്. പക്ഷെ ഞങ്ങൾ മുട്ട ഈ മറ്റേ മമ്മി എന്തൊരു പേര് പറയും, ഞാൻ മറന്നു പോയത്. മൈദയുടെ ഇതാണല്ലോ ഇത്. കോഴിക്കോട്ടേനാണ്. കോഴിക്കോട്ടെ കൊള്ളൂല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അൽമദീനയാണ് കേട്ടോ. സൗദി അറേബ്യയിലൊക്കെ ഉള്ളവർക്ക് അൽമദീനയിലൊക്കെ ഒന്ന്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത KFC എത്തിയിരിക്കുകയാണ്. KFC അല്ല, ബ്രോസ്റ്റഡ് എത്തിയിരിക്കുകയാണ്. അതിലൊന്ന് ഓപ്പൺ ചെയ്യുമോ? ഞങ്ങൾ 58 റിയാലിൻ്റെ ഒരു ബക്കറ്റാണ്, ഫുൾ ബക്കറ്റാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ 12 പീസ് വരും. ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. സംഭവം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ആക്ച്വലി അന്നൊരു ദിവസം സഞ്ജനയൊക്കെ വാങ്ങിച്ചാൽ വേണ്ടിയിട്ടാണ് ഞങ്ങളിതിലേക്ക് ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രണ്ട്സ്. ഇതിനിച്ചിട്ട് നല്ല എരിവുണ്ട് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്. എരിവുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ബീഫ് വേണമല്ലേ? ഞാൻ അത് വേണ്ട, ചൂടാണ്. കാലെനിക്ക് ഇഷ്ടമല്ല. കുറേ പീസ് ഉണ്ടായിരുന്നു. അഫോർഡബിൾ ആണ്. 3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ 56 റിയാലിന് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി. നല്ല ക്വാളിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇവിടേക്ക് ഉള്ളവർക്ക് വന്ന് കഴിക്കാം. എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഞാൻ നല്ല ചുമ്മാ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഫ്രണ്ട്സ് മടുത്തു. ചായ 1 ലിറ്റർ, പിന്നെ KFC. പക്ഷെ ഞങ്ങളതെല്ലാം പാഴ്സൽ ചെയ്തിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങളുടെ വണ്ടി 6 മണിയാകുമ്പോൾ എത്തും. ഞങ്ങൾ ഇനിയിപ്പോൾ 6 മണിയാകുമ്പോൾ തന്നെ പോകും ഗൈസ്. ഇവിടെ വിശപ്പ് പോയിരിക്കുകയാണ്. അഖില മൂദേവി ആൻഡ് പിന്നെ ഇത് മോഡലായിട്ട് യൂസ് ചെയ്യാം. ബലം കിട്ടും കുറച്ചും കൂടി 18 ആകുമ്പോൾ. ഇത് വേണം, ഇതാകുമ്പോൾ കുറവുള്ളൂ. ആൻസറാണെങ്കിൽ 4 ഗ്രാം 5 ഗ്രാം വരും സ്റ്റാർട്ടിങ്. 5 ഗ്രാമിൻ്റെ വരിക. 5 ഗ്രാം ആകുമ്പോൾ ഏകദേശം 2,500. കഴിഞ്ഞ മാസം അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ ഗൈസ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.
അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Bye.